എൻ്റെ പൊന്നടാവ് ഒരു രക്ഷയില്ല. ഈ സാധനം വാങ്ങിച്ചു വെച്ച് മൊത്തം പൂത്ത് കിട്ടുപോയെന്നേ. പിള്ളേരുടെ കിടപ്പാട്ടം പോയി. സായിപ്പന്മാരുടെ വീഡിയോയിലൊക്കെ ഇത് കാണുമ്പോൾ സൂപ്പറാണ്. പക്ഷെ അവിടുത്തെ ക്ലൈമറ്റ് ആണോ നമ്മുടെ നാട്ടിൽ അത് ഈർപ്പ് നിൽക്കുന്നുണ്ടോ കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 2 ദിവസം ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഒന്ന് കൂണ് പറിച്ച് കറി വെക്കായിരുന്നു. ആ പരുവത്തിട്ടായി. അല്ലെങ്കിൽ നമ്മുടെ നാടൻ പൂച്ചക്കുട്ടന്മാർക്ക് കട്ടിക്കൂടും കാപ്പിക്കുറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പോട്ടെ. പിള്ളേർ കിടപ്പാടാൻ പോയി കരഞ്ഞ് നിറവിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ടാണ് പാറക്കുട്ടിയുടെ ഗണ്ണം സ്റ്റൈൽ സ്റ്റെപ്പ്. ഇന്നലെ ബർത്ത്ഡേക്ക് അപ്പനും അമ്മയും വാങ്ങിച്ചു കൊടുത്ത ഒരു കാറ് മതിയോ? പിള്ളേരല്ലേ, അവർ കണ്ട ചുമ്മാ ആയിരിക്കുമോ? അമ്മച്ചിന് മുമ്പിൽ പോയി കിടന്ന് ഉരുണ്ട് പിടിച്ച് കാറിച്ച ഇത് കൂടി തന്നെ ദാനം വേണമെന്നും പറഞ്ഞുകൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? പൂച്ചമ്മ വന്ന് എൻ്റെ അടുത്ത് കണ്ടുപിട്ടി ചോദിക്കും, എൻ്റെ പൊന്നു മനുഷ്യൻ നിങ്ങൾ ഈ ഒരു കാറ് തന്നെ ആയിട്ട് കൊണ്ടാക്കണമെന്ന് എന്നാ കാര്യം? ഈ പിള്ളേർക്ക് വേണ്ടെന്ന് ചോദിച്ചു. ഈ വീട്ടിൽ കാറ് പഠിക്കാൻ പറ്റൂല എന്ന് പെങ്ങളോട് പറയാൻ പറ്റുമോ? അവളുടെ കൊച്ചിന് അവർ വാങ്ങിച്ചു കൊടുത്തു. നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഉള്ള ഗതിക്ക് ഇരുന്നാൽ പോരെ. പക്ഷേ സർവോപരി സൽഗുണ സമ്പന്നയും ഉദാമനസ്കൃതിയുമായ പാർക്കുട്ടി പൂച്ചക്കുട്ടന്മാർക്ക് ഒരു ഫ്രീ റൈഡ് ഓഫ് ചെയ്തു കേട്ടോ. പപ്പിക്കുട്ടനോടെ കയറ്റിട്ട് പാർക്കുട്ടിയും ചോദിച്ചപ്പോൾ ഇതൊക്കെ വിറ്റിട്ട്